സാമ്പാറിന് ആവശ്യമായ പരിപ്പും കായവും വേവിച്ചിട്ടോ 2 വിസിലടുപ്പിച്ചിന്. ഇനി അതിലേക്ക് പച്ചക്കറി ഇടാം. എൻ്റെ കയ്യിലുള്ള പച്ചക്കറി കിഴങ്ങും മുരിങ്ങക്കായ, തക്കാളി, പച്ചമുളക്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ആവശ്യമായ വെള്ളം ഒഴിച്ചാലേ ഇത് വിസിൽ വരുള്ളൂ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇനി പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മതി. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് അധികം മുളക് പൊടീൻ്റെ ആവശ്യമില്ല. ഇനി ഉപ്പ്, കഷ്ണങ്ങൾ വേവാനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടിന്. ഇനി ഇത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്ന വരെ നമുക്ക് കാത്തിക്കാം. അങ്ങനെ 2 വിസിൽ വന്നിന്. ഇനി അത് ഇറക്കി വെച്ച് അതിൻ്റെ എയർ പോക്കിയിട്ട് വേണം. നല്ലോണം കഷ്ണങ്ങളൊക്കെ വെന്തിന്. ഇനി അതിലേക്ക് ആവശ്യമായ പുളിവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. പുളിവെള്ളം ഒഴിച്ച് ഇനി അതിലേക്ക് വെണ്ട ഇടണം. വെണ്ട ഞാൻ ആദ്യം തന്നെ ചേർത്തില്ല. അത് പച്ചക്കറിക്ക് വേവില്ലാത്തൊരു പച്ചക്കറിയാണ് വെണ്ട. അതുകൊണ്ട് വെണ്ട ഇട്ട് ഇനി ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി വിസിലിൻ്റെ ആവശ്യമില്ല. ഇനി അടച്ച് വെച്ചാണ്ട് വേവിക്കുക. അതാ വെണ്ട നല്ലോണം വെന്തിന്. ഇനി അതിലേക്ക് തേങ്ങ വറുത്ത് വെച്ച്, ഇതിൽ ഞാൻ തേങ്ങ വറുക്കുമ്പോൾ ഞാൻ ജീരകം, ഉലുവ, കുരുമുളക് എല്ലാം കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഞാൻ തേങ്ങ വറുക്കണേലാണ് ഇടൽ. പൊടി ഞാൻ അല്ലാതെ ചേർക്കില്ല. കരിവേപ്പിലെല്ലാം ഇട്ടാണ്ടാണ് തേങ്ങ വറുത്ത് നല്ലോണം അരച്ച് അതിലേക്ക് ഒഴിച്ചിന്. ഇനി 2 തള വരട്ടെ കേട്ടോ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് വറവാണ് ചെയ്യാൻ പോണേ. സാമ്പാറിന് എപ്പോഴും ടേസ്റ്റ് കൂട്ടുന്നത് അതിൻ്റെ വറവിലൂടെയാണ്. വെളിച്ചെണ്ണയാണ് വറവിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ടേ കടുക് ഇടാവൂ, അല്ലെങ്കിൽ കടുക് പൊട്ടൂല. കടുക് കുറച്ചിട്ടാണ്. ഇനി അത് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് നല്ലോണം പൊട്ടി തുടങ്ങി. ഇനി അതിലേക്ക് കരിവേപ്പില ഇട്ടിന്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല മണം വന്ന് തുടങ്ങിയാണ് സാമ്പാറിന്. ഇതിൽ സാമ്പാർ പൊടി ഞാൻ ഇട്ടിനി, അത് ഇതിൽ വന്നിട്ടില്ല. സാമ്പാർ പൊടി ഇട്ടിന് കേട്ടോ. മല്ലിയിലയും ചേർത്തിന്. അതെടുക്കാൻ വിട്ടതാണ്. അങ്ങനെ സാമ്പാർ റെഡിയായി. സാമ്പാർ അടച്ച് വെച്ച് ഇനി നമുക്ക് ചോറുണ്ണാൻ നോക്കാം കേട്ടോ. സാമ്പാർ, പപ്പടം, മീൻ പൊരിച്ച്, മോര് കറിയൊക്കെ കൂട്ടി നല്ല ചോറിന്. അപ്പോൾ ഹാപ്പി ലഞ്ച്.